സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 33-ാം ദിവസത്തിലേക്ക്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആശമാർ. വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഒരു മാസം പിന്നിടുമ്പോഴും ഇതുവരെ ആശാപ്രവർത്തകരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി സെക്രട്ടേറിയറ്റ് വളയൽ അടക്കം സംഘടിപ്പിക്കുന്ന സമര പരിപാടികളാണ് ആശാപ്രവർത്തകർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആശമാരുടെ സമരം ഇപ്പോൾ 33-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള പിന്തുണയും അവർക്ക് നൽകിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. ആശമാരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു തരത്തിലുള്ള ിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അനുനയ നീക്കം വേണമെന്ന ഘടകകക്ഷികൾക്കുള്ളിൽ ചർച്ചയാകും എന്നുള്ള സൂചനകൾ മാത്രമാണ്. ഇതുവരെയും ഒരു അനുനയ നീക്കത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 17-ാം തീയതി മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച മുതൽ വലിയ രീതിയിലുള്ള ഒരു സമരം ഒന്നടങ്കം ആശാമാർ നടത്താനിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ തിങ്കളാഴ്ച മുതൽ വലിയ പ്രതിഷേധമാണ്, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സർക്കാരിനെ എങ്ങനെ പ്രതിഷേധിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രതിരോധത്തിലാക്കാൻ പറ്റുമോ അത്രത്തോളം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണം. കാരണം ഇന്ന് 33 ദിവസമായി ഞങ്ങൾ ഈ പൊരിവെയിലത്തും പെരുമഴയത്തും ഇരുന്ന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ മിനിമം വേതനം ചോദിച്ചുകൊണ്ടാണ്, ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. മിനിമം വേതനം സർക്കാർ തന്നെ തരാമെന്ന് പറഞ്ഞതാണ് അവരുടെ പ്രകടന പത്രികയിൽ 2021. അപ്പം വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പിന്നെ നമ്മുടെ സർക്കാർ മാത്രമല്ല കേരള ആശാ വർക്കേഴ്സിന് ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യം കൊടുക്കാമെന്നും പറഞ്ഞത്. മറ്റ് സ്റ്റേറ്റുകളും കൊടുത്തിട്ടുണ്ട്. ആന്ധ്രയുണ്ട്, കർണാടകയുണ്ട്, ഹരിയാനയുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, സിക്കിമുണ്ട്. ഇങ്ങനെ പല സ്റ്റേറ്റുകളും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ? കേന്ദ്രം ഞങ്ങളുടെ സമരം കഴിഞ്ഞ 30-ാം ദിവസം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി കേന്ദ്രത്തോട് ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തു. കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ചർച്ച ചെയ്തു. അപ്പം ഞങ്ങളുടെ 17 വർഷമായിട്ട് ഞങ്ങൾ ഒരു ഇൻസെന്റീവ് വർധനവില്ലാതെ കിടക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റായിട്ടുള്ള. അപ്പോൾ ഞങ്ങൾക്ക് ഇൻസെന്റീവിൽ വർധന ഉണ്ടാക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെയാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എത്രത്തോളം ആണെന്നുള്ളത് NHM ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇനി 17-ാം തീയതിയുള്ള ഉപരോധം അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? 17-ാം തീയതിയുള്ള ഉപരോധം വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഉപരോധം സമരം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇനി രണ്ടാം ഘട്ട പ്രതിഷേധത്തിലേക്ക് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും നാളെ ഞങ്ങൾ സകല സമരത്തിന്റെ പാതയിലായിരുന്നു. ഉപരോധം എന്ന് പറയുമ്പോൾ അറിയാലോ, അത് അന്നേരത്തെ സർക്കാരിന്റെ പ്രതികരണം പോലെ ആയിരിക്കും ആശമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന്റെ പ്രതികരണം പോലെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധം വലിയ ശക്തമായി കൊണ്ടുപോകും. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഉപരോധമുണ്ട്, സെക്രട്ടേറിയറ്റ് വളയലുണ്ട്. പ്രതിപക്ഷം ഒപ്പം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾക്കുള്ളിൽ ചർച്ചയുണ്ട്. ഈ ചർച്ചയിലൂടെ തന്നെ അവർക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലൊരു അനുനയ നീക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇതുവരെയും സർക്കാർ ഒരു തരത്തിലുള്ള സമീപനവും ഇവരോട് കാണിച്ചിട്ടില്ല, ഒരു ആവശ്യങ്ങളും പരിഗണിച്ചിട്ടില്ല. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. ശരി, സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരമാണ് 33-ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആശമാർ. പ്രശ്നത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം കാണണമെന്നാണ് ആശാപ്രവർത്തകരുടെ ആവശ്യം. വിഷ്ണു, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയാനുണ്ട്.